ഹായ് ഗായ്സ്, എല്ലാവരും എന്ത് ചെയ്യുന്നു? സുഖമായിട്ടിരിക്കുന്നു. ഞാനും സുഖമായിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഡാഡിൻ്റെ ബർത്ത്ഡേ വ്ളോഗൊക്കെ എല്ലാവരും കണ്ടല്ലോ, എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ, ഈ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലായി കാണും. അതായത് ഡാഡുവിൻ്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് അൺബോക്സ് ചെയ്യാൻ പോവുകയാണ് ഞാൻ. അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് അൺബോക്സിങ് വീഡിയോ ആണ് ഗൈസ്. പിന്നെ എൻ്റെ കോസ്റ്റ്യൂം കണ്ടോ, എങ്ങനെയുണ്ട്? ഇതെൻ്റെതല്ല, ഇത് കിട്ടുന്നതാണ്. ഞാൻ അടിച്ചു മാറ്റിയിട്ടേക്കുന്നതാണ് ഗൈസ്. എങ്ങനെ ഉണ്ടെന്ന് പറയണേ. അപ്പോൾ നമുക്ക് അൺബോക്സിങ് വീഡിയോയിലോട്ട് കിടക്കാം. ഗിഫ്റ്റ് കിട്ടി അന്നോട്ട് ഏകദേശമൊക്കെ ഞാൻ പൊട്ടിച്ച് കഴിഞ്ഞു. എനിക്ക് ആക്രാന്തത്തിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട്, എനിക്ക് അപ്പം തന്നെ പൊട്ടിക്കണം. പിന്നെ ഞാൻ വിചാരിച്ചു എല്ലാം ഒന്ന് കാണിച്ചു തരാം. അൺബോക്സിങ് എന്ന പേര് മാത്രമേ ഉള്ളൂ, അൺബോക്സ് ചെയ്ത് കഴിഞ്ഞു ഏകദേശം എല്ലാ കാര്യങ്ങളും. അപ്പം നിങ്ങളുടെ കൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം. എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം. ആദ്യം തന്നെ നമുക്ക് ഈ കൊലുസിന് തുടങ്ങാം. ഇത് ഡാഡുവിൻ്റെ അപ്പൂപ്പനും അമ്മൂമ്മയും, അതായത് എൻ്റെ അച്ഛനും അമ്മയും ഡാഡുവിന് ബർത്ത്ഡേ ഗിഫ്റ്റ് ചെയ്തതാണ്. ഡാഡു ജനിച്ചപ്പോൾ മുതലുള്ള എൻ്റെ അമ്മയുടെ ആഗ്രഹമാണ് അവൻ്റെ ബർത്ത്ഡേക്ക് കൊലുസ് ഗിഫ്റ്റ് ചെയ്യണമെന്നുള്ളത്. അങ്ങനെ അത് കൊടുത്ത് നമുക്ക് ഭയങ്കര ഇഷ്ടമായി. ഇനി നമുക്ക് ബാക്കി ഗിഫ്റ്റ് ഓരോന്നോരോന്നായിട്ട് കാണാം. ആദ്യം നമുക്ക് വാഹനങ്ങളിൽ നിന്നും തുടങ്ങാം. ഡാഡുവിന് 5 വാഹനങ്ങൾ കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഏതൊക്കെയാണെന്ന് കാണിച്ചു തരാവേ. ഇതാണ് ഫസ്റ്റ് ഉള്ളത്, കണ്ടു. ഇതാണ് ഫസ്റ്റത്തെ വണ്ടി. ഡാഡു ഈ എല്ലാ വണ്ടിയിലും കയറിയിരുന്ന് ഓടിക്കാറുണ്ട്. ഇപ്പോൾ അവന് ഇഷ്ടമായ സാധനം. ഇതിൽ പാട്ടൊക്കെ ഉണ്ട്, ഞാൻ പാട്ട് കേൾപ്പിച്ചു തരാവേ. ഇതിൽ പാട്ടില്ല ഗൈസ്, അടുത്തല്ലേ പാട്ടിലോ കേൾപ്പിച്ചു തരാം. ഇതാണ് അപ്പോൾ ഫസ്റ്റത്തെ വണ്ടിയെ. ഇതാണ് രണ്ടാമത്തെ വാഹനം. ഇതിൽ പാട്ടുണ്ട്, ഞാൻ കേൾപ്പിച്ചു തരാം. പക്ഷേ ഇതിൽ കേൾക്കുന്ന പാട്ടുകൾ ഒരു 5-6 പാട്ട് ഇതിലുണ്ട് കേട്ടോ. സംഭവം നമ്മൾ ഇവിടേക്കൊരു പാട്ട് കേട്ടില്ലേ, അത് നമ്മളെല്ലാവരും കേട്ടത് താഴത്തെ വീട്ടിലെ പാവയ്ക്ക പാവയ്ക്ക. സത്യമായിട്ട് അങ്ങനെയാണ് ഗൈസ് കേട്ടത്. അപ്പോൾ ഷാനു ഇതിന് മുമ്പ് പറഞ്ഞായിരുന്നു അവളിങ്ങനെ പാവയ്ക്കൊരു വാക്കർ വാങ്ങി, അതിൽ പാട്ടുണ്ട്. അവളും ഇതേ പാവയ്ക്ക സോങ്ങാണ് കേട്ടത്. നമ്മൾ കേൾക്കുന്നതിൻ്റെ മിസ്റ്റേക്കാണ്. ഞാൻ പിന്നെ അവളുടെ തന്നെ ചോദിച്ചത് യഥാർത്ഥത്തിൽ എന്താണെന്ന് എനിക്ക് കേട്ടിട്ട് ഒരു പിടുത്തമില്ല. അവൾ പറഞ്ഞത് ലണ്ടൻ ബ്രിഡ്ജസ് falling down അങ്ങനെയാണ് പറഞ്ഞത്. അതാണ് യഥാർത്ഥ അതിൻ്റെ പാട്ട്. നമ്മൾ കേൾക്കുമ്പം താഴത്തെ വീട്ടിൽ പാവയ്ക്കുന്നതാണ് കേൾക്കുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ രണ്ടാമത്തെ വണ്ടി. ഓക്കെ, അപ്പോൾ ഇതാണ് മൂന്നാമത്തെ വണ്ടി. ഇതിലും പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് മൂന്നാമത്തെ വണ്ടി. പിന്നെ ഇത് നമുക്ക് വണ്ടിയായിട്ടും ഇരുന്ന് ഇങ്ങനെ ആടുന്നൊരു സാധനമില്ലേ, അതായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ എല്ലാത്തിലും ഇങ്ങനെ അകത്തൊരു ഡിക്കി ഉണ്ട് ഗൈസ്. ഞാൻ വിചാരിക്കുന്നത് ഡയപ്പറും കുറച്ച് കുറുക്കും ഒക്കെ ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ആടും എങ്ങോട്ടെങ്കിലും രാവിലെ ആകുമ്പോൾ ഇങ്ങനെ വണ്ടിയിൽ വിടാമെന്നാണ്. അതാകുമ്പോൾ വൈകിട്ടപ്പം വരുമല്ലോ, അവർ നമുക്ക് ഫ്രീ ആയിട്ടിരിക്കാം. അതാണ് എൻ്റെ ഒരു ധാരണ. ജസ്റ്റ് ഫോർ എ ജോക്ക്. നിങ്ങൾ എന്നെ വിചാരിച്ചു എൻ്റെ ചളി കിടന്നില്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ നാലാമത്തെ വണ്ടി ഇതാണേ. ഓക്കെ, ഇതാണ് അപ്പോൾ 5ാമത്തെ നമ്മുടെ വണ്ടി എന്ന് പറയുന്നത്. അങ്ങനെ മൊത്തം 5 വണ്ടിയാണ് ഡാഡുവിന് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത സാധനങ്ങൾ ഓരോന്നായിട്ട് കാണാം. ഓക്കെ, ഇനി ഒരു ഫോട്ടോ ഫ്രെയിം കാണാം. ഇത് ഡാഡുവിൻ്റെ അപ്പച്ചിയും മാമനും കൂടെ കൊടുത്ത ഗിഫ്റ്റാണ്. ഡാഡുവിൻ്റെ കുറച്ച് ഫോട്ടോസും അതുപോലെ നടുക്ക് നമ്മളൊരു ഫോട്ടോയും കൂടെ വെച്ചൊരു ഫോട്ടോ ഫ്രെയിം. ഇത് സൂപ്പറാണ്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഗൈസ്. ഇത് നമുക്ക് ടെഡീസ് കാണാൻ കേട്ടോ. ടെഡീസ് പണ്ട് തൊട്ട് എൻ്റെ ഒരു വികാരമുണ്ട് ഗൈസ്. അവൻ്റെതാണെങ്കിലും അത് എൻ്റെതാണ്. ഇതാണ് ഫസ്റ്റ് ഒരു ചെടി എന്ന് പറയുന്നത്. കണ്ടോ, എൻ്റെ അത്രയും സൈസ് ഉണ്ട് ഇതിന്. പണ്ട് കൊച്ചായിരുന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെടി ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ ഇരിക്കുക. ഇപ്പോഴും എനിക്കിഷ്ടമാണ്. ഞാൻ കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്ന സമയത്ത് ഇവിടെ കല്യാണിക്ക് ഒരു ചെടി ഉണ്ടായിരുന്നു. അത് ഞാൻ അടിച്ചു മാറ്റി എൻ്റെ സ്വന്തമാക്കി വെച്ചിരിക്കുകയാണ്. ഇതുവരെ അവർക്ക് ഞാൻ കൊടുത്തിട്ടില്ല. ഇതിപ്പോൾ കണ്ടോ, എനിക്ക് 3 ചെടീസ് കിട്ടി. ഡാഡുവിന് ഭയങ്കര ഇഷ്ടമാണ് ഇത് കാണാൻ വേണ്ടി. അപ്പോൾ ഇത് ഫസ്റ്റത്തെ ചെടിയാണേ, കണ്ടോ. ഇതാണ് അടുത്തത്. നല്ല മഴവില്ല് പോലെയുണ്ട് കാണാൻ വേണ്ടി. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് ഭയങ്കര സോഫ്റ്റ്, നമുക്ക് ഇങ്ങനെ ഇരിക്കുക അതിനെ പിടിച്ചുകൊണ്ട്. ഇത് കിട്ടുന്ന ശേഷം ഡാഡുന്ന് വരെ മറന്നുപോയി ഗൈസ്. ഇതാണ് എനിക്കിപ്പോൾ ഇഷ്ടം. കണ്ടോ, കിട്ടിയ സാധനമാണ്. ഇനി അടുത്തത് കാണിച്ചു തരാവേ. ഇവൻ ഇച്ചിരി നീളമുള്ളവനാണ്, കണ്ടോ, ഇത്രയും നീളമുണ്ട്. ഇത് സൂപ്പറാണ്, നല്ല രസമാണ് കേട്ടോ. ഇവിടെ എനിക്ക് 2 അസിസ്റ്റൻറ്റുമാരുണ്ട് ഗൈസ്. ഇവരാണ് ഓരോ സാധനങ്ങളുടെ എടുത്ത് തന്നെ എന്നെ സഹായിച്ചുകൊണ്ടിരിക്കുന്നത്. അസിസ്റ്റൻറ്റിനെയും കൂടി ഇവിടെ ഇരുത്തി കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ പറ്റില്ല. അതാണ് ഇവർ ബാക്കിൽ നിൽക്കുന്നത് കേട്ടോ. ഇവരാണ് എന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾ. ഒരു ഹായ് പറയും. ഇത് നെക്സ്റ്റ് ഒരു ടെഡി ബിയർ ആണ്. ഇതും ഭയങ്കര ക്യൂട്ടാണ്, നല്ല റെഡ് കളറിൽ ഇരിക്കുന്നത്. ഇനി വീണ്ടും കുറച്ച് വാഹനങ്ങളാണ് ഗൈസ്. കണ്ടു, ഒരു വലിയൊരു ബുൾഡോസറുണ്ട്. അവിടെ മണ്ണൊക്കെ മാന്തി എടുക്കാൻ പറ്റും. ഇത് വലിയൊരു സാധനമാണ് കേട്ടോ.
അങ്ങനെ ഇതുണ്ട്. ഇനി അടുത്ത് ഓരോന്നോരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതൊരു റിമോട്ട് കൺട്രോളർ കാറാണ്. ഇത് തുറന്ന് കാണിച്ചു തരാവേ. കണ്ടോ ഗൈസ്, ഇതാണ് ഒരെണ്ണം. ഒരു 2-3 റിമോട്ട് കൺട്രോൾ കാറ് കിട്ടിയിട്ടുണ്ട്. ഇതതിൽ ഫസ്റ്റ് ഉള്ളതാണേ. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കാർ. ഇതൊരു വൈറ്റ് കാറാണ്. ഇതിൻ്റെ റിമോട്ട് ഇതായിരിക്കും. ഇതിന് കിട്ടും ഇങ്ങനെ വെച്ചിരിക്കണം. എനിക്ക് വലിച്ചെടുക്കാൻ പറ്റുന്നില്ല. ഇനിയിപ്പോൾ വലിച്ചെടുക്കണ്ട. ഇന്നലെ ഈ കാറിൻ്റെ ആടും കൂടെ കുറേ നേരമായിട്ട് കളിയായിരുന്നു. ആടുവിൻ്റെ ബാക്കിൽ നിന്ന് ഓട്ടായിരുന്നല്ല അവൻ്റെ പണി. ഇതാണ് രണ്ടാമത്തെ കാർ. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്. നെക്സ്റ്റ് ഐറ്റം ഇതാണ് കേട്ടോ. ഇതാണ് ഇനി ലാസ്റ്റ് വൺ വരുന്നത്. കണ്ടോ ഗൈസ്, ഇത് ഞാൻ ഇതിൻ്റെ അകത്തുള്ള സാധനം കാണിച്ചു തരാം. ഇനി എടുക്കുക. ഇതാണ് നമ്മുടെ ഐറ്റം. ഇങ്ങനെ കാണിക്കാൻ പറ്റും. ഇതാണ് എൻ്റെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഐറ്റം. കണ്ടല്ലോ. ഇതാണ് മൂന്നാമത്തെ സാധനം. ഇനി അടുത്തത് കിട്ടിയ ഓരോരോ സാധനങ്ങളാണ്. ഞാൻ എല്ലാം എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇതെല്ലാം കുറേ ക്യൂട്ടായിട്ടുള്ള ടോയ്സ് ആണ്. കണ്ടോ, ഇങ്ങനെ കുറേ ഐറ്റംസ് കിട്ടിയിട്ടുണ്ട്. വേറൊരു കാറ്. അവനിനിയിപ്പം എയർ കയറണമെന്ന് തോന്നിയാലും പേടിക്കേണ്ട ആവശ്യമില്ല. കണ്ടു, ഒരു ഫ്ലൈറ്റും കൂടെ അവന് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ ഫ്ലൈറ്റിൽ കയറി ഇങ്ങനെ പറന്ന് പോവാം. പിന്നെ വേറൊരു കാറ്. ഇതൊന്നും പൊട്ടിച്ചിട്ടില്ല. പൊട്ടിച്ചെല്ലാം കൂടെ ഇപ്പോൾ നാശം വെക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇതൊന്നും കളിക്കാറായിട്ടില്ല കുറേയൊന്നും. അപ്പോൾ ഇപ്പോൾ കളിക്കാൻ ആവശ്യമുള്ളത് മാത്രം വെച്ചിട്ട് ബാക്കി നമുക്ക് പിന്നെ എടുത്ത് കൊടുക്കാം. പിന്നെ ഒരു സ്പൈഡർമാനെ കിട്ടിയിട്ടുണ്ട് അവന്. ഇതൊക്കെ അവന് ഭയങ്കര ഇഷ്ടമാണ്. അവനിങ്ങനെ നോക്കിയൊക്കെ ഇരിക്കാറുണ്ട് സ്പൈഡർമാൻ. ടോയ്സിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇനി വരുന്നത് ഡ്രസ്സാണ്. കുറേ ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഡ്രസ്സ് ഓരോന്നായിട്ട് കാണാം. അവൻ ഉറങ്ങിക്കിടക്കുന്ന സമയം നോക്കിയാണ് ഞാനിത് ചെയ്തുകൊണ്ടിരുന്നത്. അവൻ ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും സമ്മതിക്കില്ല ഗൈസ്. അതുകൊണ്ട് അവൻ ഉണരുന്നതിന് മുമ്പ് നമുക്കിതെല്ലാം തീർക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് സ്പീഡപ്പ് ആവാം. കണ്ടോ, ഇതാണ് ഫസ്റ്റ് ഡ്രസ്സ് വരുന്നത്. കണ്ടോ, നല്ല രസമില്ലേ? ഈ ഒരു ഉടുപ്പും ഇതിന് കൂടെ ഒരു ക്യൂട്ട് നിക്കറുമുണ്ട്. ഇതാണ് ഞാൻ ആദ്യം കാണിക്കുന്നത്. കണ്ടോ, ഇത് ഇഷ്ടമായോ? ഇനി അടുത്ത് നമുക്ക് എടുക്കുന്ന ഡ്രസ്സെല്ലാം ഇവിടെ ഇങ്ങനെ മാറ്റി വയ്ക്കാവേ. എന്നിട്ട് പിന്നെ അടുക്കി വയ്ക്കാം. പിന്നെ ഇങ്ങനെയുള്ള ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ബോട്ടം വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഇത് ഇങ്ങനൊരു സംഭവം, ഒരു പാർട്ടി വെയർ ലുക്കുള്ളൊരു ഡ്രസ്സാണ്. ഇതാണ് അതിൻ്റെ ബോട്ടം. കണ്ടോ. ഇനി അടുത്ത് വീണ്ടും ഒരു ഷർട്ടാണ്. കണ്ടോ, അതിൻ്റെ കൂടെ ഇതാണ് പെയർ ചെയ്യുന്നത്. നെക്സ്റ്റ് ഈ ഒരു ടീഷർട്ടും അതിൻ്റെ പെയറുമാണിത്. പിന്നെ അടുത്ത് കുറച്ച് 3/4 സ്ലീവ് വരുന്ന കുറച്ച് ടീഷർട്ട്സാണ് ഇത്. ഇതുപോലത്തെ 2-3 കിട്ടുന്നുണ്ട്. ഒരെണ്ണം അവൻ ഇന്നലെ ഇട്ടായിരുന്നു ഹോസ്പിറ്റലിൽ പോയപ്പോൾ. അതുകൊണ്ടാണ് കാണിക്കാൻ പറ്റുന്നത്. അത് കഴുകാൻ വേണ്ടിയിട്ടേക്ക് വേണേ. ഇത് വേറൊരെണ്ണമാണ്. അതിൻ്റെ കൂടെ നിക്കർ, വീണ്ടും വേറൊരു നിക്കർ. കണ്ടു. സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കാനുള്ളത് കൊണ്ട് ഞാനിതിൽ ഡ്രസ്സിൽ കുറേയൊന്നും തുറന്ന് നോക്കിയിട്ടില്ലായിരുന്നു. ബാക്കി ടോയ്സൊക്കെ ഏകദേശം നോക്കിയായിരുന്നേ. ഗൈസ് കണ്ടോ, ഒരു റെഡ് കളർ ടീഷർട്ട്, അതിൻ്റെ കൂടെ ഇങ്ങനൊരു നിക്കറും കൂടെ ഉണ്ട്. പിന്നെ അടുത്ത് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു പിങ്ക് കളർ ടീഷർട്ടും അതിൻ്റെ കൂടെ പെയർ ചെയ്യുന്നത് ഇതുമാണ്. ഇനി അടുത്ത് ഒരു ഷർട്ടാണ്. കണ്ടോ, ഒരു ഷർട്ടും അതിൻ്റെ കൂടെ വരുന്നത് ഈ ഒരു ഇതുമാണ് കേട്ടോ. പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ശബ്ദം കേൾക്കാം. അച്ഛൻ അവിടെ കുറച്ച് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ശബ്ദമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ കണ്ടോ ഗൈസ്, ഹായ്. ഇത് ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. ഇത് കൊള്ളാലേ, നല്ല രസമുണ്ട്. വീണ്ടും നല്ല ക്യൂട്ടായിട്ടുള്ളൊരു ഷർട്ടും ടീഷർട്ടും അതിൻ്റെ കൂടെ ഇതാണ് വരുന്നത്. ഇനി വീണ്ടും ഒരു ക്യൂട്ടായിട്ടുള്ള സാധനമാണ്. കണ്ടോ, ഇതും ഇതിൻ്റെ കൂടെ ഇതും. ഇതൊക്കെ ഞാൻ ഓരോരോ വീഡിയോസിലേക്ക് ഡാഡുവിനെ ഇട്ടിട്ട് കാണിക്കാം. പിന്നെ പണ്ട് ഞാൻ വിചാരിച്ചിരുന്ന കാര്യം ഗേൾസിന് മാത്രമേ കളക്ഷൻസ് കൂടുതലുള്ള ഒന്നാണ്. അതിപ്പോഴും ഒരു സത്യമാണ്. ഗേൾസിന് വൈഡ് വെറൈറ്റി ആണല്ലോ. ബോയ്സിനും ഉണ്ട്, കുഴപ്പമില്ല. പക്ഷേ എന്നാലും ഡാഡ് വന്നതിന് ശേഷം ഞാൻ ആ നഗ്ന സത്യം മനസ്സിലാക്കിയത്, നമ്മളിങ്ങനെ നോക്കുവാണെങ്കിൽ നമുക്ക് ബോയ്സിനും അത്യാവശ്യം യൂണീക്കായിട്ടുള്ള നല്ല സാധനങ്ങളൊക്കെ കിട്ടും. യെസ്. നെക്സ്റ്റ് ഈ യെല്ലോ കളർ വരുന്ന ഒരു
ടീഷർട്ട്. അതിൻ്റെ കൂടെ ഇതൊരു ഒരു 3/4 ടൈപ്പാണ്. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഒരു ബ്ലാക്ക് കളർ വരുന്നൊരു ടീഷർട്ടും ഈ കളറിൽ വരുന്നൊരു നിക്കറുമാണ്. ഇത് രണ്ടും കൂടെ നല്ല പെയറാണ്, അല്ലേ? നല്ല മാച്ച് ഉണ്ട് കാണാൻ വേണ്ടി. പിന്നെ ഇതൊരു സ്വെറ്റർ ടൈപ്പ് വരുന്നൊരു ഹുഡി പോലെയൊക്കെ ഇരിക്കുന്നൊരു സാധനമാണ്. ഇത് കൊള്ളാം, നമുക്ക് തണുപ്പത്തൊക്കെ പുറത്ത് പോകണമെങ്കിൽ യൂസ് ചെയ്യാം. നല്ല നല്ല സോഫ്റ്റ് ഒരു സാധനമാണ് കേട്ടോ ഇത്. നെക്സ്റ്റ് വരുന്നത് വീണ്ടും ഒരു ടീഷർട്ട്. ഇതൊക്കെ നടന്ന് ഇച്ചിരി കൂടെ വലുതാകുമ്പോൾ യൂസ് ചെയ്യാൻ തോന്നുന്നു. പിന്നെ അതിൻ്റെ കൂടെ ഇതാണ് വരുന്നത്. നെക്സ്റ്റ് വീണ്ടും ഇങ്ങനെ ഒരു ടീഷർട്ട്, ഇങ്ങനെ ഒരു നിക്കർ. പിന്നെ അടുത്ത് വരുന്നത് ഫുൾ സ്ലീവ് വരുന്ന ഒരു ടീഷർട്ടാണ്, കണ്ടു ഇത്. പിന്നെ അതിൻ്റെ കൂടെ ഇതൊരു പെയറായിട്ട് കിട്ടിയതാണ്. ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോകുന്ന 4 ഈ ടീഷർട്ട്, ഇതിൻ്റെ കൂടെ ഒരു സാധനം, പിന്നെ ഈ ഒരു ഷർട്ട്. ഇത് സ്റ്റുഡിയോയിലത്തെയാണ് കേട്ടോ, സ്റ്റുഡിയോയുടെ ടാഗുണ്ട്. നെക്സ്റ്റ് വീണ്ടും ഒരു നിക്കർ, വീണ്ടും ഒരു പാൻറ്റ്. പിന്നെ വീണ്ടും ഒരു ടീഷർട്ട്. ഇതിപ്പം ബർത്ത്ഡേ കഴിഞ്ഞ അന്ന് മുതൽ ഇതിങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടി വെച്ചേക്കുകയാണ്. 25-ന് കഴിഞ്ഞു, 26, 27. ഇതിപ്പോൾ ഞാൻ 27-നാണ് വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഫുള്ളിങ്ങനെ മെസ്സേജ് കിടക്കുകയാണ്. അച്ഛനിങ്ങനെ ഒതുക്കി വയ്ക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ എടുത്തിട്ട് വയ്ക്കുകയാണ്. അതുകൊണ്ടാണ് അച്ഛൻ ഒതുക്കി വയ്ക്കുന്നത്. അല്ലെങ്കിൽ അച്ഛൻ ഇവിടെ ഫുള്ള് ക്ലീൻ ചെയ്ത് റെഡി ആക്കിയാണ്. വീഡിയോ എടുത്ത് കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇനി അച്ഛന് ധൈര്യമായി ഇതൊക്കെ അടുക്കി പറക്കി വയ്ക്കാം. കാരണം ഇപ്പോൾ ഈ വണ്ടികളൊന്നും ഇത്രയൊന്നും യൂസ് ചെയ്യില്ലല്ലോ. അപ്പോൾ നമുക്കിപ്പോൾ അവന് ആവശ്യത്തിനുള്ള 1 or 2 ഒക്കെ എടുത്തിട്ട് ബാക്കി മാറ്റി വെച്ച് കഴിഞ്ഞാൽ അവനിത് കളിക്കാൻ പറ്റുന്നൊരു പ്രായമുണ്ടല്ലോ. കുറച്ചുകൂടെ ആകുമ്പോൾ അവനിതൊക്കെ കളിക്കേണ്ട ഒരു പ്രായമാവും. അപ്പോൾ അവനിതൊക്കെ കൊടുക്കാമെന്നാണ് നമ്മളൊരു ധാരണ. ടെഡീസ് ഒന്നും കൊടുക്കില്ല ഗൈസ്, അതിനൊക്കെ ഇവിടെ അവകാശികളുണ്ട്. ഇത് ഫുള്ള് ഇപ്പോൾ ഇവിടെ എങ്ങനെയാണ് കിടക്കുന്നതെന്നുള്ളത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം, വരും ഗൈസ്. വണ്ടികളെല്ലാം കൂടെ എവിടെയോ പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. 5 പേരുണ്ട്. ഇനി ഞാൻ പറഞ്ഞില്ലേ മാറ്റി വെക്കണം, ഞാനിപ്പോൾ കാണിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വെച്ചേക്കുന്നത്. ആണ് നിലവിൽ നമ്മുടെ ഹോളിൻ്റെ ഒരു ലുക്ക് എന്ന് പറയുന്നത്. ഫുൾ മെസ്സിയായി കിടക്കുവാണ്. ഇനി ഇതൊന്നേന്ന് അടുക്കി പറക്കി റെഡിയാക്കി വയ്ക്കേണ്ടതായിട്ടുണ്ട്. ഇനിതാ ഇവിടെ അതിൻ്റെ ഫുൾ കവറുകളും കാര്യങ്ങളും ടെഡീസും എല്ലാം ഇരിപ്പുണ്ട്. ഇതൊക്കെ നമുക്കിനി ഒന്നേന്ന് വൃത്തിയാക്കി റെഡിയാക്കി വെക്കണം. അപ്പോൾ ഗായ്സ്, ഇത്രയാണ് നമ്മുടെ ബർത്ത്ഡേ ഗിഫ്റ്റ് അൺബോക്സിങ് വീഡിയോയിലുള്ളത്. ഏകദേശം എല്ലാം കാണിച്ചു എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ, എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇത്രയും സാധനമുണ്ട് ആടുവിന് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് കിട്ടിയത്. ഭയങ്കര സന്തോഷം. ഞാൻ പറഞ്ഞത് അതിന് വയ്യാതായതുകൊണ്ട് തന്നെ നടത്താൻ പറ്റുമോ ഇല്ല എന്നുള്ള ഭയങ്കര കൺഫ്യൂഷനിൽ ഒരു 3 ദിവസം കൊണ്ടാണ് നമ്മളെല്ലാം സെറ്റ് ചെയ്തത്. നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാകും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ വരുന്നത്. വീണ്ടും വരെ കിടിലം വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് വീണ്ടും വേറെ വീഡിയോസുമായിട്ട് കണ്ടുമുട്ടാം. അതുവരെ ഓക്കെ, ബൈ.